അപ്പം എൻ്റെ പിതാവ് അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററായിരുന്നു, ജയരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ആരോഗ്യമൊക്കെ ക്ഷയിച്ചപ്പോൾ വലിയ വലിയ സഭകളിൽ നിന്ന് ചെറിയ ചെറിയ സഭകളിലേക്ക് കടന്നു വന്നു. ദാരിദ്ര്യത്തിൻ്റെ അങ്ങറ്റമെത്തി. അപ്പോൾ ഈ ഡിഗ്രിയിലെത്തുന്ന സമയത്ത് എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരല്പം ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള ജോലി, ജീസസ് കോൾസിലെ ഒരു ചെറിയ ജോലി ചെയ്യുമ്പോൾ അന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ ഒരു ഡ്യൂട്ടിക്ക് 60 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ ഈ 60 രൂപയ്ക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു 2 ദിവസം കൂടെ ഞാൻ എൻ്റെ പഠിത്തത്തോടൊപ്പം പോകുന്നൊരു സാഹചര്യം വന്നു. പിന്നെ ആയപ്പോഴത്തേക്കിനും മാർവിയാൻസ് കോളേജിൽ 4ാം ചിറയാണ് ഞാൻ പഠിക്കുന്നത്. കോളേജിൽ പോകാതെ മിക്ക ദിവസങ്ങളിലും അവിടെ തന്നെയായി. ആദ്യം രാത്രി ഒരു ഡ്യൂട്ടി എടുത്ത് നോക്കി, പിന്നെ അത് ഏകദേശം 4-5 ദിവസം. കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളാണ്. ആദ്യം പോയ സമയത്ത് മാസത്തിൽ ഒരിക്കലാണ് ഞാൻ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നൊരു സമയമായി. അവിടുത്തെ അക്കൗണ്ടന്റുമായിട്ട് ഞാൻ തർക്കിക്കുന്നൊരു സാഹചര്യം. അദ്ദേഹം പറഞ്ഞൊരു പാസ്റ്റർ മോനെ, നിനക്കെന്തിനാ എല്ലാ 2-3 ദിവസം കൂടുമ്പോൾ നിനക്ക് കാശിൻ്റെ ആവശ്യം വരുന്നത്? കാരണം വീട്ടിലെ കാര്യങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എൻ്റെ പപ്പ ധാരാളം വിഷമിച്ചൊരു സമയമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിരുന്നാലും വളരെ പ്രാർത്ഥനയോട് 1 വർഷം ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് വീണ്ടും കംപ്ലീറ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, മോനെ, നിന്നെ ഇതിനു വേണ്ടി ഇങ്ങനെ ആകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നീ ദൈവവേലയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വളരെ ഫോഴ്സ് ചെയ്ത് ഒടുവിൽ ബാംഗ്ലൂരിലുള്ള SABCയിൽ, അന്ന് അവിടുത്തെ ഫീസ് 67,000 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. വീട്ടിലിത് ഒരു 10 വർഷം എടുത്താൽ പോലും ഈ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, ഒരു വർഷത്തെ ഫീസ്. അപ്പോൾ എൻ്റെ പിതാവ് അവിടുത്തെ ഫോമൊക്കെ ഡൗൺലോഡ് ചെയ്തു. ഞാനും പിതാവുമായിട്ട് വഴക്കാണ്. ഞാൻ പറഞ്ഞു, വേറെ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് എത്രയോ കോളേജ് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലും ഞാൻ പോയി പഠിക്കാം, നിങ്ങളെ കൊണ്ട് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നീ ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാണ് പോകുന്നത്, ആരും ബാങ്കിൽ കാശ് ഇട്ടിട്ടൊന്നും ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, നീ വിശ്വാസത്തോടെ പോകാൻ പറഞ്ഞു. എന്തായാലും ബൈബിൾ കോളേജിൽ അഡ്മിഷനൊക്കെ ഓക്കെ ആയി. അവർ ഫോമൊക്കെ വന്നു, ആപ്ലിക്കേഷനിലെല്ലാം അയച്ചു. പോകേണ്ട ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു ആൻറ്റി എനിക്ക് 1000 രൂപ തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് 600 രൂപ അങ്ങോട്ട് പോകാൻ, എൻ്റെ പിതാവിന് തിരിച്ചു വരാനും ടിക്കറ്റും എടുത്തു. പക്ഷെ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാനിങ്ങനെ എഴുന്നേറ്റ്, കർത്താവേ, ഇന്ന് രാവിലെയാണ് പോകേണ്ടത്, ഇന്ന് വൈകിട്ടുള്ള ട്രെയിനിനാണ് പോകേണ്ടത്, പക്ഷേ ഒരു പൈസയും എൻ്റെ കയ്യിലായിട്ടില്ല, എന്താണ് ചെയ്യുന്നത്? ഈ പിതാവ് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇദ്ദേഹം ലജ്ജിതനായി തീരും. എന്താണ് അവസ്ഥ? പെട്ടെന്നൊരു പാസ്റ്റർ എന്നെ വിളിച്ചു. നമ്മുടെ ഏജിലുള്ള അദ്ദേഹം ഇന്നും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചർച്ച വരെ ഒന്ന് വരണം, എനിക്കൊന്ന് കാണണം. അപ്പോൾ അദ്ദേഹത്തോട് തലേ രാത്രി ദൈവാത്മാവ് സംസാരിച്ച് അങ്ങനെ അവിടെ അടയ്ക്കാനുള്ള കാശും ബാക്കിയുള്ള ചെലവിനുള്ള കാശും എല്ലാം കൂടെ ആയി. അപ്പം ഇത് പിതാവ് അറിയുന്നില്ല. എന്നെ അവിടെ പറഞ്ഞു വിട്ടു. ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് വളരെ വിഷമം. അമ്മ ചോദിച്ചാൽ എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, പൈസ എല്ലാം കിട്ടി, നമ്മളിന്ന് ബൈബിൾ കോളേജിൽ പോകേണ്ട സാധ്യതയാണ്. കാരണം പൈസ എല്ലാം കിട്ടി, പുള്ളിക്കാരൻ കാശ് തന്നു. അപ്പോൾ എന്തായാലും പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ബാംഗ്ലൂർ കൊണ്ടുചെന്നു. എന്നിട്ട് തിരിച്ച് എൻ്റെ പിതാവിനെ ഞാൻ യാത്ര അയക്കുമ്പോൾ നിറകണ്ണുകളോടെ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഒരു പക്ഷേ ഞാനിനി തിരിച്ച് വന്നില്ലെങ്കിലും നീ വിശ്വസ്തനായിട്ട് നിൽക്കണം, ഒരിക്കലും നീ പിന്മാറിപ്പോകരുത്, ഞാൻ ചെയ്യുന്ന ഈ വേല നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അന്നാണ് ലാസ്റ്റായിട്ട് എൻ്റെ പിതാവ് ബാംഗ്ലൂർ പട്ടണത്തിൽ വരുന്നത്. പഠിത്തം തീരുന്നതിന് മുമ്പ് തന്നെ, എൻ്റെ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഞാൻ എൻ്റെ ബാഗ് എടുക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എൻ്റെ മമ്മി, അനിയത്തി ഇവരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. മമ്മി രോഗിയായിരിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എനിക്ക് ഈ ശുശ്രൂഷ ഫീൽഡിലേക്ക് വരാനായിട്ട് സാധിക്കില്ല, കാരണം എൻ്റെ പിതാവ് പോയി എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ആ മഹത്വമേറിയ കരം എന്നെ ഇന്ന് നടത്താനിടയായി തീർന്നു. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിനെല്ലാം മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ എല്ലാ ദൈവദാസന്മാരെയും അവരുടെ മക്കളെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. കൃപയാൽ എനിക്കും ഈ ഭാഗ്യം കിട്ടി. ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മക്കളും ഈ ശുശ്രൂഷയിൽ തന്നെ നിൽക്കണം. ഒരുപാട്